ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു ഗർഭിണിയാണെന്ന് കരുതി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് ദുർഗസ്നേഹം അഭിനയിച്ചുകൊണ്ട് മഞ്ജുവിനെ കമലേശ്വരത്തേക്ക് ക്ഷണിക്കുന്നു. സാഗരേട്ടനോട് ചോദിക്കാതെ വരാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് മഞ്ജു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അയ്യപ്പ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുന്നുണ്ട്. ഇതേ സമയം തന്നെ പ്രതാപനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ഒരവസാന ശ്രമത്തിന് വേണ്ടി അപ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനാണ് അവരെത്തിയിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നും തൊഴുതിടങ്ങുന്ന കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും കാണുന്നുണ്ട്. മഹിയാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ കണ്ണനെ അമ്പലത്തിൻ്റെ പുറകുവശത്തൂടെ പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം അവിടെ തൊഴുതു നിൽക്കുന്നു. കണ്ണേട്ടനെ അവരുടെ കണ്ണിൽ പെടല്ലേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ മഹി നിൽക്കുന്നത്. പിന്നീട് മഹാലക്ഷ്മിയെ കാണുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മഹിയാണെങ്കിൽ രണ്ടാളും ഇവിടെയും വന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും നിന്നോട് ചോദിക്കാനുള്ളത്. എൻ്റെ മോളുടെ കുഞ്ഞു പോയതിൻ്റെ സങ്കടം തീർക്കാൻ ഒരല്പം മനസമാധാനത്തിന് വേണ്ടിയാണ് ഇത്രയും ദൂരെയുള്ള അമ്പലത്തിലേക്ക് വന്നത്. അവിടെയും നിൻ്റെ മുഖം കാണേണ്ടി വന്നല്ലോ അല്ലേ അമ്മേ എന്ന് പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ അയ്യപ്പനിൽ നിന്നും നമുക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടില്ല പ്രതാപ. ഇവിടുത്തെ അയ്യപ്പനെയും പ്രാർത്ഥിച്ച് കയ്യിലെടുത്ത് കാണല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. തുടർന്ന് പറഞ്ഞ പോലെ നിന്റെ കെട്ടിയവൻ എവിടെ? കാലുവയ്യാത്ത അവനല്ലേ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കുന്നതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ കാറിലുണ്ട് എന്ന് പരിഭ്രമത്തോടു കൂടി തന്നെ മഹി അവരോടൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് നിനക്ക് മാത്രമല്ലടി, ഞങ്ങൾ വിളിച്ചാലും അയ്യപ്പ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പ്രതാപൻ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ആര് പ്രാർത്ഥിച്ചാലും ദൈവങ്ങൾ കേൾക്കും. ദൈവങ്ങൾക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ല എന്ന് ചുട്ട മറുപടി തന്നെ മഹി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ അവിടെ മറഞ്ഞിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെ അവർ കാണുമോ എന്നുള്ള ഒരു ആകാംക്ഷയാണ്, ഒരു പരിഭ്രമമാണ് മഹാലക്ഷ്മിക്കാണെങ്കിൽ മനസ്സ് നിറയെ. ഇതേ സമയം തന്നെ സീമന്തിനിയും സ്വാതിയും അവിടേക്ക് വരുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും ആണെങ്കിൽ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഒരു വഴി കാണിച്ചു തരണേ, അവരുടെ ആ ഒരു പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആവണേ എന്നൊക്കെ, എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കി തരണേ, അവളുടെ കെട്ടിയവന് ഒരിക്കലും വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയരുതേ എന്നൊക്കെയാണ് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സീമന്തിനിയാണെങ്കിൽ കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും ഇവിടെ വന്നു കാണും. നല്ല ക്ഷേത്രമാണ്, ആരുടെയും ശല്യമില്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റിയ അന്തരീക്ഷം എന്നെല്ലാം സീമന്തിനി സ്വാതിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അവർ മഹാലക്ഷ്മിയും കാണുന്നുണ്ട്. അപ്പോൾ മഹിക്കാണെങ്കിലും സീമന്തിനിയും സ്വാതിയും കാണുമ്പോൾ ഇവരും ഇവിടേക്ക് വന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവരെല്ലാവരും കൂടി കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ എല്ലാം കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പോകുമല്ലോ എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട്. സീമന്തിനിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എങ്ങനെ ഇവള് വളിഞ്ഞു കയറി എന്ന് പറയുന്നുണ്ട് സ്വാതിയോടായിട്ട്. സ്വാതിയാണെങ്കിൽ മഹിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സീമന്തിനി വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ കണ്ണൻ്റെ ഭാര്യ അവൻ, എങ്കിൽ നിനക്കും ഇതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ സ്വാതിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രതാപനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് സംസാരിക്കുകയാണ്. നമ്മളൊരു അല്പം മനസ്സമാധാനം തേടിയാണ് ഇത്രയും ദൂരെയുള്ള അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ കണ്ടില്ലേ അതെ ഇവളും എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയും സ്വാതിയും അതുപോലെ തന്നെ മുത്തശ്ശിയും പ്രതാപനും ഒക്കെ മഹാലക്ഷ്മിയെ ആക്ഷേപിച്ച് പഴിചാരി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, അവർക്ക് കണക്കിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നീ കാരണമാണ് ഞങ്ങൾക്കെല്ലാം സംഭവിച്ചത്. വാമേട്ടൻ വീൽ ചെയറിൽ നിന്ന് പോലും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സീമന്തിനി മഹാലക്ഷ്മിയുടെ നേരെ തട്ടിക്കയറി ശകാരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് മേഘൻ ജയിലിൽ നിന്നും ഇറങ്ങിയ കാര്യവും നിന്നോട് അന്ന് കണ്ണൻ്റെ അടുത്ത് വന്ന് ഞാൻ സഹായം അഭ്യർത്ഥിച്ചതല്ലേ, പക്ഷേ അവനൊരു കണ്ണിൽ ചോരയില്ലാതെ അവൻ സഹായിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിക്കാണെങ്കിൽ അതൊന്നുമല്ല, കണ്ണിനെ എങ്ങാനും ഇവർ കാണുമോ, നടന്നതെന്ന് ഇവർ കാണുമോ എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സ് മുഴുവൻ. അങ്ങനെ വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ മഹിയും. അവരെങ്ങനെ തൊഴാനായിട്ട് പോയ സ്ഥലത്തൊക്കെ നോക്കിയിട്ട് മഹിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ നടക്കുന്നത് ഒരു കാരണവശാലും അവരാരും കാണാൻ പാടില്ല, കണ്ടാൽ പിന്നെ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാകും. കണ്ണേട്ടൻ മലയ്ക്ക് പോയി വരുന്നത് വരെയെങ്കിലും ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ സമാധാനിക്കും, അയ്യപ്പസ്വാമി
ഞാൻ നടക്കുന്ന കാര്യം ഒരിക്കലും അവർക്ക് കാട്ടിക്കൊടുക്കില്ല. ഇത്രയൊക്കെ നമ്മുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അയ്യപ്പസ്വാമി ഇക്കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മഹിക്ക് ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല കേട്ടോ. എന്തായാലും അവർ തൊഴാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ സമയം നോക്കി ഇവിടെ നിന്നും പുറത്ത് കിടക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹിയും. അപ്പോൾ അവരാണെങ്കിൽ എല്ലാവരും പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. സീമന്തിനിയും അതുപോലെ തന്നെ സ്വാതിയും മുത്തശ്ശിയും പ്രതാപനും ഒക്കെ. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്നും പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട്. ശേഷം സീമന്തിനി പ്രതാപനോടും മുത്തശ്ശിയോടുമായിട്ട് പറയുന്നുണ്ട്, അവൾ ഇവിടെയും വന്നിട്ടുണ്ട്, നമ്മുടെ ഉറക്കം കിടത്തുന്നവൾ ഇവിടെയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ എന്തിനെ ഇത്രയും ദൂരത്തുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം സീമന്തിനി പറയുന്നുണ്ട്, ഈ അമ്പലത്തിലെ ശക്തിയേറിയ പൂജയും വഴിപാടും ഒക്കെ കഴിപ്പിച്ച് അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നെല്ലാം അവരെല്ലാവരും കൂടി ഒരു മനസ്സിലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ അവളുടെ കൈവശമുള്ള അയ്യപ്പസ്വാമിയുടെ ആ ശക്തി നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതേ സമയം തന്നെ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത്രമാത്രം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അയ്യപ്പസ്വാമി തന്നെ അവരുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നുണ്ട്. അതായത് മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ വേണ്ടി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിയ ശത്രുക്കൾക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അമ്പലത്തിൻ്റെ പുറത്ത് കടന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ സ്വാതിക്ക് ക്ഷേത്രത്തിനകത്ത് വെച്ച് ചെറിയൊരു അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാലുകൾക്ക് ഒരു ഉളുക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും സീമന്തിനിയുടെ ഒക്കെ ശ്രദ്ധ സ്വാതിയിലേക്ക് തിരിയുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ അവരുടെ ഒന്നും കണ്ണിൽ പെടാതെ അമ്പലത്തിനകത്ത് നിന്നും രക്ഷപ്പെട്ട് അവർ കാറിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അയ്യപ്പസ്വാമി തന്നെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതിനുശേഷം കാണിക്കുന്നത് സാഗറിനോട് അനുവാദം ചോദിച്ച് ദുർഗയുടെ ആ ചതി അറിയാതെ മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്ത് എത്തുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്